സൊസൈറ്റിയിലുള്ള പുരുഷന്മാര് ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ കണ്ട് അല്ലെങ്കിൽ അത് നോർമലാണ്. ഇപ്പൊ തന്നെ ഹരി പറഞ്ഞു പുറത്തുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നോർമൽ അല്ലേന്ന്. അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ അത് നോർമൽ അല്ല. അപ്പൊ നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മൾ നോക്കില്ലേ? നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മൾ ചർച്ച ചെയ്യില്ലേ? നമ്മൾ എന്നും കാണാത്ത എന്ത് കാര്യം നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ രണ്ടു വട്ടം അതിനെപ്പറ്റി സംസാരിക്കില്ലേ? അപ്പൊ നോർമൽ അല്ലാത്ത ഒരു സാധനം ഞാൻ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി കമന്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ അതിൽ നമ്മൾ വിഷമിച്ചിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ കാര്യമില്ല. പല കാലങ്ങളിലായി പല ആളുകളും വിദേശത്തേക്കൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്കുണ്ടാവും. അവരുടെ ഈ കമന്റ് അടി അങ്ങ് നിൽക്കും, അവരുടെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അങ്ങ് നിൽക്കും. പേടിയാണ്. അവിടെ അവർ ആളുകളുടെ പ്രൈവസിയെ, ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ റെസ്പെക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? കാരണം അവിടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. ആ ഒരു സാഹചര്യം ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. എങ്ങനെയാണ്? കൃത്യമായിട്ട് ഈ നിയമമൊക്കെ അങ്ങ് നടന്നു പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇവർ കമന്റ് അടിക്കാതിരിക്കാൻ വേണ്ടി കാലാകാലത്തോളം ആളുകളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് വസ്ത്രം ധരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഓവർ തന്നെ. ഏത് വസ്ത്രം ധരിച്ചാലും കമ്പയിൽ തുണി ചുറ്റിയാൽ പോലും കമന്റ് പറയുന്നവന്മാരുള്ള സ്ഥലത്ത് നിങ്ങൾ ഏത് വസ്ത്രം ഇട്ടിട്ട് നടക്കും?